യോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ കോളേജ് ലൈഫിന്റെ അവസാനത്തെ എക്സാം ആണ്. നമ്മളെ 3 വർഷത്തെ കോളേജ് ലൈഫ് താണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളും കൂടെ ഒരു ലാബ് എക്സാമോ അതെല്ലാം കൂടെ കഴിഞ്ഞാൽ ഇവിടെ തീരാൻ പോവാണ്. അതും നമ്മുടെ എക്സാമിന്റെ ലാസ്റ്റ് ദിവസം എനിക്ക് തോന്നി ഒരു വ്ളോഗ് എടുക്കാന്ന്. കാരണം ഇനി എന്താ പറയുക, ഇനി കോളേജ് നമ്മുടെ ലൈഫിൽ നമുക്ക് കോളേജ് ഇല്ല. മേ ബി ഇതായിരിക്കും, ഞാൻ ചിലപ്പോൾ കോളേജിലൊന്നും പോകാൻ സാധ്യതയില്ല. അപ്പോൾ മേ ബി ഇതെൻ്റെ കോളേജ് ലൈഫ് ലാസ്റ്റ് ആയിരിക്കും. അത് മാത്രമല്ല, എന്താ പറയുക, ഒരുപാട് മെമ്മറീസും എല്ലാം തന്ന കോളേജ് ലൈഫ് തന്നെ ഇവിടെ എൻഡ് ചെയ്യുവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കോളേജിലോട്ട് പോകും. അതാണ് ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. 3 വർഷം പോയ പോക്കറിഞ്ഞില്ല. അതെ, പക്ഷെ പെട്ടെന്ന് അങ്ങ് പോയല്ലേ. പെട്ടെന്ന് കോളേജ് അങ്ങ് തീർന്ന പോലെ ഒന്ന് ആസ്വദിച്ച് തുടങ്ങിയപ്പോ കോളേജ് തീർന്നു. സത്യം, അത് ലിറ്ററലി ട്രൂ ആണ് ഗൈസ്. നമ്മള് ഈ അവസാനത്തെ ഈ വർഷം ഭയങ്കരമായിട്ട് ആസ്വദിച്ച് അങ്ങോട്ട് വന്നപ്പോൾ പെട്ടെന്ന് കോളേജ് അങ്ങ് തീർന്ന്. പിന്നെ ഒരു സെമ്മ് കഴിയുന്നതോറും അടുത്ത സെമ്മ് പെട്ടെന്ന് ഈ 5ാം സെമ്മ് കയറുന്ന 5ാം സെമ്മ് നോക്കുമ്പോൾ പരീക്ഷ, 6ാം സെമ്മ് കയറിയേ ഓർമ്മയുള്ളൂ. അതാണ്ട് ഇപ്പോൾ പരീക്ഷ തീർന്ന് ഇന്നതാ. ഇനി നമ്മൾ കോളേജിലോട്ടില്ല. മീൻസ് എന്താ പറയണ്ട, എല്ലാം കഴിഞ്ഞ്. സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും ഈ കോളേജ് ലൈഫ് എന്തോ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോണെന്ന് അറിയാമോ? കാരണം ഒരാഴ്ച 5 ദിവസം നമ്മളിതുപോലെ രാവിലെ ഇറങ്ങും. ഈ സെയിം വഴി എന്നും ഈ വണ്ടി ഓട്ടിക്കുന്ന ഒരു സംഭവമുണ്ട്. ലൈക്ക് നമ്മൾ 3 വർഷം ഈ സെയിം വഴി കൂടെ തന്നെയാണ് രാവിലെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരിക്കൽ പോലും മടുത്തില്ല നമ്മൾ. ലൈക്ക് അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. നിങ്ങൾക്ക് ശരിക്കും ഞാൻ പറയുന്ന ഈ കാര്യം എന്തുമാത്രം കണക്റ്റ് ആവും, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അത് ആ ബൈക്കിൽ പോകുന്ന പയ്യന്മാർക്ക് അറിയാം. ലൈക്ക് ഇവിടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ബൈക്കിൽ സംസാരിച്ചുകൊണ്ട് പോകുന്നത്, ആ വഴി, ആ യാത്ര എല്ലാം അടിപൊളി, അവർ പെർഫെക്റ്റ് ആണ് ശരിക്കും പറഞ്ഞത്. അത് ലൈക്ക് അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ മിസ് ചെയ്യും, എനിക്ക് ഉറപ്പാണ്. കേട്ടിട്ടില്ലാണ് ഇതാരാ മിസ്സിനെ വെളിയിലാക്കിയ അവസ്ഥയെന്ന് നോക്ക്. അങ്ങനെ കഴിച്ച് നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മളെ കോളേജിനെ നമ്മളെ ബ്ലോഗിൽ കാണിച്ചിരിക്കുകയാണ്. അതാണ്ട് ഇത് ഇവിടെ ആരും ഇല്ലാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ 2 മണിയാണ് പരീക്ഷ. നമ്മളിപ്പോൾ എത്തിയത് 1:45. ഇപ്പോൾ എല്ലാമാരും ഉണ്ട് പരീക്ഷ ഹാളിൽ എല്ലാവരും കയറി. ഇനി നമ്മൾ മാത്രമേ ഇനി കയറുള്ളൂ. നമ്മൾ 3 എണ്ണം. നമ്മളിന്ന് താമസിച്ചു പോയി. ഞാൻ വിചാരിച്ച് വ്ളോഗ് ആയതുകൊണ്ട് നേരത്തെ വരാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം സ്വാഭാവികമായിട്ട് താമസിച്ചു പോയി. സത്യം പറഞ്ഞാൽ എല്ലാമാരെയും കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചത്. അവന്മാരെല്ലാം എന്താ ക്ലാസ്സിലൊക്കെ കയറി. പക്ഷേ ഇനിയിപ്പോൾ വ്ളോഗ് എങ്ങനെ ആവുമോ? അവന്മാരിവിടെ പഠിത്തം തന്നെ. ബേസിൽ എന്ത് എവിടം വരെ ആയി പഠിത്തം? രസണൊക്കെ ഇരുന്ന് പഠിക്കുന്ന റെയർ കാഴ്ചകൾ തന്നെ. ആരിവിടെ പൊട്ടിയാലും സൈൻ ഓടത്തില്ലെന്ന് എനിക്ക് 100% കോൺഫിഡൻസാ. അതാ പോടാ എവിടെ നിന്നെയൊന്നിപ്പോ കാണാനില്ലല്ലോ. ലാസ്റ്റ് ഫൈനൽ ഡേ വല്ലാത്തൊരു മാറ്റം തന്നെ. നോക്കട്ടാ നോക്കിട്ട് കുളിച്ചോടാ വെളിച്ചത്തോട്ടില്. ഓ എന്റെ പൊന്നോ, എന്ത് സംഭവം എന്തുവാ? അതാ ഇപ്പഴാ മുഖത്ത് വെട്ടം വീണം. ജനമായ എന്റെ കോളേജ് എവിടെ പോന്ന്? അയ്യോ സോറി മറന്നുപോയി. എല്ലാരും കേറി. എക്സാം എഴുതുക. നമ്മളിനി എക്സാം എഴുതിയിട്ട് വരാം. ഇതാണ് നമ്മളെ ഹാള്. ഓക്കെ, എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നല്ല ഒടുക്കത്തെ മഴ. എന്തായാലും അടിപൊളി എക്സാം ആയിരുന്നു. അടിപൊളി എക്സാം. ഇതേപോലെ തോറ്റിട്ടില്ലെന്ന് പറ. അല്ല ഇതുപോലെ എന്നിട്ട് ഇരുന്ന് കരയുന്നുണ്ടല്ലേ അവിടെ എക്സാം ഹാളിൽ ഇരുന്ന് കരയും. അവിടെ നിന്ന് ഉറങ്ങുന്നുണ്ടല്ലേ. ഇത് കാവടിയും കളിച്ചായിരുന്നു. നീ പറ, എത്ര തൊണ്ട് തൂക്കി? എത്ര? 3? അപ്പൊ ഇന്ന് പിന്നെ ആരാ വെച്ചത്? അതൊരു ഉറങ്ങുന്നത് ഞാൻ നോക്കിയപ്പോ. സൂപ്പർ എക്സാം. അതൊക്കെ കിടന്നുറങ്ങുന്നു. അഷർ ഫാൻസിന്റെ ഒരു ചാകര തന്നെ എന്റെ വ്ളോഗിൽ. അത് എന്റെ കഴിവ്. ഞാൻ പഠിച്ചിട്ട് വരുന്ന എഴുതാനാ, അല്ല നിന്നെ പോലെ പെണ്ണുങ്ങളെ വായി നോക്കിയിരിക്കാനല്ല. ഇന്ന് എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ട് ഗായ്സ്? ഒരു ലൈറ്റ് കളർ പെർഫെക്റ്റ്. ബാക്കി ഡീപ്പ് കാണിച്ചു പറഞ്ഞ അക്ഷര. ഇതായിരുന്നു നമ്മള് ഫസ്റ്റ് വന്നപ്പോ തൊട്ട് ഇറങ്ങുന്ന നമ്മുടെ HOD നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളിങ്ങനെ ഉണ്ട്. അതാണ് HOD റൂം. അപ്പം നമ്മളെപ്പോഴും HOD തന്നുകൊണ്ടിരിക്കണം. ഭയങ്കര സ്നേഹമായിരുന്നു നമ്മൾക്ക്. അതുകൊണ്ട് നമ്മൾ 3 വർഷം ഈ റൂമിലങ്ങിട്ട് നമ്മളെ ബെഞ്ചിനൊക്കെ അല്ലെങ്കിൽ വേണ്ട അവിടെ കിടക്കട്ടെ. ഭാവിയിലെ പിള്ളേരൊക്കെ ഓർക്കണം
ഗൈസ് ഇതിനകത്ത് എല്ലാ ബെഞ്ചിലും നമ്മളെ പേരാണ്. ഞാൻ വേണമെങ്കിൽ ഇവിടെ തപ്പാണ് ഇവിടെ എല്ലാം കിടപ്പുണ്ട്. കണ്ടോ അവിടെ എന്തൊക്കെ ഉണ്ടോ? ഇത് അഷർ, ചിന്നൂസ്, ഇർഫാൻ, ആസിഫ്, അപ്പുക്കുട്ടൻ, നിഖിലിന്റെ അപ്പുക്കുട്ടൻ, എല്ലാവരും ഉണ്ട് ഗൈസ്. എല്ലാ ബെഞ്ചിലും നമ്മളെ പേരുണ്ട്. ഇനി വർഷങ്ങൾക്ക് ശേഷം എന്തെങ്കിലൊക്കെ എത്തുമായിരിക്കും. നിക്കാ നിന്നെ വ്ളോഗിലെടുത്തില്ലെന്നൊരു പരാതി ഉണ്ട്. നീ കാണീനി പറ. അത് നീ ഫെയർവെല്ലിന്റെ വീഡിയോയിലുണ്ട് കേട്ടോ ഒരുപാട്. ജസാ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എങ്ങനെ ഭാവിയിലെ ബോക്സർ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എത്ര പേപ്പർ എഴുതി? 40? നീ 40 പേപ്പർ എഴുതി. ഇത് അഗ്ലിയൊന്നും അല്ലെന്ന്. എങ്ങനെ ഉണ്ടോ എക്സാമിനെ കുറിച്ച് എടുത്ത് അവസാനത്തെ ബ്ലോഗാ. നിന്നേക്ക് ഇനി എന്ന് കാണാനാടാ? വല്ല UK വന്ന് തപ്പി പിടിക്കേണ്ടി വരും. അയ്യൂബി, ഈ കോളേജ് ഞാൻ ഏറ്റവും മിസ് ചെയ്യാൻ പോകുന്ന നിന്നെയാളാ. ഇതുപോലെ എടാ തിരിയടാ, നീ ആക്ട് നിന്റെ അഭിനയം എനിക്കറിയത്തില്ലേടാ. നിന്റെ അഭിനയം നീ തിരിഞ്ഞ് കണ്ടിട്ട് കാണാതെ പോലെ നിൽക്കുന്നത് വലിയ പാട്ടുകാരി. അത് അവള് സ്റ്റെനിയുടെ വ്ളോഗിൽ മാത്രമേ. സ്റ്റെനി വീട്ടിൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ അവിടെ കട്ടിൽ കിടക്കുന്ന ബാക്കി കിടന്നിറങ്ങുന്നത്. ഞാൻ ഷോർട്സ് കേട്ടോ. ഞാൻ കമന്റ് ഇടായിരുന്നതാ. അളിയാ നമ്മളെ കോളേജ് തീരെ വലിയ അളിയാ. പിന്നെ നമ്മളെ മാണിക്ക കഞ്ചു നിനക്ക് എന്തോ പറയാനുള്ള മെയിനേ പറ. അതെ, നീ അഷറിനെ മിസ് ചെയ്യും. അടിയണ അങ്ങ് ചോദിക്കല്ലോ. നല്ല കൂട്ടുകാരുണ്ടായിരുന്നു ഇവിടെ. അഷർ, ആദർശ്, നിഖില്, സയ്യിദ്, പിന്നെ കുറച്ച് എടാ ബാക്ക് ഭയങ്കര വേദനയെന്നറാ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം. ഇനി നമ്മുടെ ജീവിതം അവസാനിച്ചു. അതെ, ജീവിതം അവസാനിച്ചു. കോളേജ് അവസാനിച്ചു. എടാ ഞാൻ കട്ട് ചെയ്തോ. ഗ്ലാസ് ഇവിടെ വേടാ. അജിന, ഇവിടെ ഞാൻ ആകെ മിസ് ചെയ്യുന്ന നിന്നെ. നീ ഇവിടെ വന്ന് നില്ലേ പറയടാ. നീ നിന്നെ എവിടെ വന്ന് കാണണോടാ അജിന? സത്യം, നീ അത് കരഞ്ഞോണ്ട് പറ. എന്നാ ഈ സെയിം ഡയലോഗാ നീ ഫെയർവെല്ലിന്റെ വീഡിയോ പറഞ്ഞ. അല്ല, ഇതേ ഡയലോഗ്, ഒരു മാറ്റവും ഇല്ല. അജിന കരയടാ. ദർശന മോൾ, നീ ഇവിടെ വന്നപ്പോ എൻ്റെ അടുത്തൊരു വാക്ക് നീ പറഞ്ഞായിരുന്നു. നീ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ഒരു വ്ളോഗറായിട്ട് ഇറങ്ങത്തോളൂ. എവിടാ നിന്റെ വ്ളോഗ് ചാനൽ എവിടെ? നീ ഇടുവോ ഭാവിയില്? എന്നിട്ട് കൊറേ സപ്ലി ഉണ്ടല്ലോ എനിക്ക്. എന്താടാ മീശയും താടിയും അടിച്ച് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുന്ന പറയടാ. നമ്മളെ പിരിയുന്നതിന് നിനക്ക് വിഷമമുണ്ടോ? പോടാ, നീ കരയുടെ പേരിനെങ്കിലും വേണ്ടി. നീ ഫെയർവെല്ലിന്റെ വീഡിയോയിൽ നീ ഒന്നും പറഞ്ഞില്ല. ഞാൻ വ്ളോഗ് എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത്. നീ ഒന്നും പറഞ്ഞില്ല. നീ ഒഴിഞ്ഞു മാറി വ്ളോഗിൽ നിന്ന്. നീ കര ഇന്ന്. ഇനി സത്യം പറഞ്ഞാൽ ഇനി കോളേജ് വ്ളോഗ് മേ ബി ഇതായിരിക്കും, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞൊരു ഫെയർവെൽ വ്ളോഗ് കാണും. വേറെ ഇനി പ്രത്യേകിച്ച് കോളേജിൽ ഒരു വ്ളോഗ് കാണത്തില്ല. മേ ബി എല്ലാം നമ്മളെ കോളേജ് ലൈഫെല്ലാം കഴിഞ്ഞ് എന്തായാലും ഈ 3 വർഷം അടിപൊളിയായിരുന്നു. 2 ദിവസം വരാനുണ്ട്. പക്ഷേ ഞാൻ വ്ളോഗ് ചെയ്തില്ല. ഇതായിരിക്കും നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ മേ ബി അവസാനത്തെ ഒരു കോളേജ് വ്ളോഗ്. അപ്പോൾ എന്തോ പറയണ്ട. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് കണ്ട് ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.